ജനകീയ പ്രതിഷേധങ്ങളെയും ജനങ്ങളുടെ ശബ്ദത്തെയും നേരിടാൻ നമ്മുടെ സർക്കാരുകൾ കാലങ്ങളായി പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്താണ്? സംശയമൊന്നുമില്ല, പ്രതിഷേധ സ്ഥലങ്ങളിലെ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിക്കുക. വാർത്തകൾ പുറത്തു പോകാതിരിക്കാനും ആളുകൾ സംഘടിക്കാതിരിക്കാനും ഡിജിറ്റൽ യുഗത്തിൽ സർക്കാരുകൾ കണ്ടെത്തിയ എളുപ്പ വഴിയാണിത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിലും കേന്ദ്ര സർക്കാർ ഇതേ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചത്. ഇന്റർനെറ്റ് കണക്ഷനുകൾ റദ്ദാക്കി ജനങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കി. എന്നാൽ അവിടെ സർക്കാരിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സാങ്കേതിക വിദ്യ രംഗത്ത് വന്നു: ബിറ്റ് ചാറ്റ്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ ബിറ്റ് ചാറ്റിനും വിലക്ക് ഏർപ്പെടുത്തുകയാണ്. എന്താണ് ഈ ബിറ്റ് ചാറ്റ്? ഇതെങ്ങനെയാണ് ഇന്റർനെറ്റ് നിരോധനത്തെ മറികടക്കുന്നത്? ഇപ്പോൾ കേന്ദ്രം ഇത് വിലക്കാനുണ്ടായ കാരണം എന്താണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇന്നത്തിലേക്ക്. ട്വിറ്ററിന്റെ മുൻ സിഇഒ ജാക്ക് ഡോർസി വികസിപ്പിച്ചെടുത്ത തികച്ചും വിപ്ലവകരമായ ഒരു ഓപ്പൺ സോഴ്സ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ്. വാട്സപ്പും ടെലിഗ്രാമും പോലെ വിവരങ്ങൾ കൈമാറാൻ ഒരു കേന്ദ്രീകൃത സെർവറോ ഇന്റർനെറ്റ് കണക്ഷനോ സിം കാർഡോ ഫോൺ നമ്പറോ ഇതിന് ആവശ്യമില്ല. പകരം നമ്മുടെ ഫോണുകളിലെ ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു ഫോൺ അടുത്തുള്ള മറ്റൊരു ഫോണുമായി സ്വയം ബന്ധിപ്പിക്കപ്പെടുന്ന ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിംഗ് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അയക്കുന്ന സന്ദേശങ്ങൾ അടുത്തടുത്തുള്ള ഫോണുകളിലൂടെ തരംഗങ്ങൾ പോലെ കൈമാറ്റം ചെയ്യപ്പെട്ട് ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഒരിടത്ത് ഒത്തുചേരുമ്പോൾ ഓരോ ഫോണും ഒരു കൊച്ചു കമ്മ്യൂണിക്കേഷൻ ടവറായി മാറുകയും കിലോമീറ്ററുകളോളം സന്ദേശങ്ങൾ തടസ്സമില്ലാതെ ഒഴുകുകയും ചെയ്യുന്നു. പൂർണ്ണമായും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്ത ഈ സന്ദേശങ്ങൾ അയക്കുന്നയാൾക്കും ലഭിക്കുന്നയാൾക്കും മാത്രമായിരിക്കും വായിക്കാൻ സാധിക്കുക. വ്യക്തിഗത വിവരങ്ങളോ ലൊക്കേഷനോ ഒന്നും തന്നെ ആപ്പ് ശേഖരിക്കാത്തതിനാൽ പൂർണ്ണമായ സ്വകാര്യത ഉറപ്പു നൽകാനും അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ഉപയോക്താക്കളെ സഹായിക്കുന്നു. ഡൽഹിയിലെ സമരസ്ഥലങ്ങളിൽ സർക്കാർ ഇന്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിച്ചപ്പോൾ സമരക്കാർക്ക് അങ്ങേയറ്റം ആശ്വാസമായത് ഈ സാങ്കേതിക വിദ്യയാണ്. മൊബൈൽ ടവറുകൾ നിശ്ചലമായപ്പോഴും സമരക്കാർക്ക് തത്സമയം വാർത്തകൾ പങ്കുവെക്കാനും മെഡിക്കൽ ഭക്ഷണ സഹായങ്ങൾ ഏകോപിപ്പിക്കാനും പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ സന്ദേശങ്ങൾ കൈമാറാനും ഇതിലൂടെ സാധിച്ചു. ഇന്റർനെറ്റ് പൂട്ടി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താമെന്ന സർക്കാരിന്റെ കണക്കുകൂട്ടലുകളെയാണ് ഈ ആപ്പ് ഒറ്റയടിക്ക് തകിടം മറിച്ചത്. എന്നാൽ പൗരന്മാർ ഇത്തരത്തിൽ സ്വതന്ത്രമായ ആശയവിനിമയം നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചു, ഭയപ്പെടുത്തിയെന്ന് വേണം പറയാൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഉടൻ തന്നെ രംഗത്തിറങ്ങി. ബിറ്റ് ചാറ്റിന്റെ പ്രോഗ്രാം കോഡുകൾ ലഭ്യമായിരുന്ന ജിഹബ് എന്ന ആഗോള പ്ലാറ്റ്ഫോമിന് അടിയന്തരമായി നോട്ടീസ് അയച്ചു. വെറും 3 മണിക്കൂറിനുള്ളിൽ ആപ്പിന്റെ എല്ലാ കോഡുകളും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ദേശീയ സുരക്ഷയും നിരീക്ഷണവും തടസ്സപ്പെടുത്തുന്നു എന്ന സ്ഥിരം ന്യായീകരണമാണ് സർക്കാർ ഇതിനും മുന്നോട്ട് വെച്ചത്. സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയെങ്കിലും ജനങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഈ നിരോധനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഉത്തരവിന് പിന്നാലെ ഇതിന്റെ സ്ഥാപകൻ ജാക്ക് ഡോർസി തനിക്ക് ലഭിച്ച സർക്കാരിന്റെ ഉത്തരവ് എക്സിലൂടെ പരസ്യമാക്കി. ബിറ്റ് ചാറ്റ് പോലുള്ള സാങ്കേതിക വിദ്യകളെ ഇന്ത്യൻ സർക്കാരിന് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് നീക്കം ചെയ്യാൻ അവർ ആവശ്യപ്പെടുന്നു എന്നാണ് ഡോർസി കുറിച്ചത്. ബിറ്റ് ചാറ്റിന്റെ വിലക്കിനെതിരെ പ്രമുഖ ഡിജിറ്റൽ അവകാശ സംഘടനയായ ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ ഈ ഉത്തരവ് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധവും ഏകാധിപത്യപരവുമാണെന്ന് അവർ തുറന്നടിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചാലും പൗരന്മാർ പരസ്പരം സംസാരിക്കുന്നു എന്നതാണ് സർക്കാരിന്റെ യഥാർത്ഥ ഭയമെന്ന് FF തുറന്നുകാട്ടി. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരുടെ വായടപ്പിക്കാൻ ഇന്റർനെറ്റ് പൂട്ടുക, അതിനെയും മറികടക്കുന്ന ജനകീയ സാങ്കേതിക വിദ്യകളെ നിരോധിക്കുക എന്നതാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നടപടി. ഇന്റർനെറ്റ് വിച്ഛേദിച്ച് CJP സമരത്തെ തകർക്കാമെന്ന് സർക്കാരിന്റെ അഹങ്കാരത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ബിറ്റ് ചാറ്റ്. എന്നാൽ ബിറ്റ് ചാറ്റിനും വിലക്ക് വരുന്നതോടെ ആശയവിനിമയത്തിനുള്ള പുതിയ വഴികൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സമരക്കാർ.